വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്, ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്, 2 ഫേബ്രിക് പെയിൻറ്റുകൾ എടുത്തിട്ടുണ്ട്, ഒരു റെഡ് കളറും ഗ്രീൻ കളറും, പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫേബ്രിക് പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ആ തുണി ഫ്രെയിമിലേക്ക് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു ഡിസൈൻ, ഒരു പൂവിൻ്റെ ഇലയുടെ ഡിസൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ വരച്ചെടുക്കാൻ പറ്റും. ഇനി ആദ്യം ഞാൻ ആ പൂവ് റെഡ് കളറ് ഡിസൈൻ ചെയ്യണം. കണ്ട ഇതുപോലെ വരയ്ക്കുന്നുണ്ടാകും. ആ ലൈനിനകത്ത് തന്നെ നിൽക്കണം, പുറത്തേക്കൊന്നും പടർന്നു പോകാതെ ചെയ്യാം. ആദ്യമേ നമ്മൾ ആ ഔട്ട്ലൈൻ ഒന്ന് വരച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അകത്ത് മെയിനായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ 3 പൂവുകളും വരച്ചു കഴിഞ്ഞു. കണ്ട റെഡ് കളർ 3 പൂവിനും പെയിന്റ് കൊടുത്തു. ഇനി നമുക്ക് ഇലയ്ക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഇങ്ങനെ ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കുക, അത് കഴിഞ്ഞ് അതിനകത്തേക്ക് പെയിന്റ് ചെയ്യാം. കണ്ടു. ഞാൻ ലീഫുകൾ മുഴുവൻ പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ നമ്മൾ കണ്ട തണ്ടുകളുണ്ട് താഴേക്ക്, അതിന് ഞാൻ ഗ്രീൻ കളറിൽ തന്നെ ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആ ഗ്രീൻ കളർ മുഴുവനും കൊടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ട് യെല്ലോ കളർ വേണം. അതിന് ഗ്ലിറ്റർ 3D ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാനത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് യെല്ലോ കളറിൻ്റെ പെയിന്റ് കയ്യിലുണ്ട്, അത് കൊടുക്കാം. ഞാൻ ഗ്ലിറ്റർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊടുത്താണ്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.